അത് പല സ്റ്റോറികൾ ഒരുപാടുണ്ട്. ഓരോ സ്ഥലത്ത് ഇപ്പോൾ വ്യാസൻ ശപിച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിനും അദ്ദേഹത്തിന്റെ ധ്യാനത്തിനൊക്കെ സരസ്വതി നദി ഒരു സമയത്ത് വിഘ്നം വരുത്തിയ സമയത്ത് അതില് ഇനി നിനക്ക് ഭൂമിക്ക് അടിയിലൂടെ ഒഴുകേണ്ടി വരട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്ന് പറയുന്നു. ഇന്നിപ്പം ആ അലഹബാദിൽ നമ്മൾ ഇന്ന് പറയുന്ന ത്രിവേണിയിൽ താഴെ രണ്ടെണ്ണം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. സരസ്വതി താഴെയിലൂടെ പോകുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പം ഈ സരസ്വതി നദിയും കൂടെ ചേരുന്നതാണ് ത്രിവേണി സംഗമം. യഥാർത്ഥത്തിൽ ഗംഗ, യമുന, സരസ്വതിയാണ്. പിന്നെ നമുക്ക് നദികൾ നർമ്മദ, സിന്ധു, കാവേരി, അങ്ങനെ കുറെ നദികളൊക്കെ വിശുദ്ധമായിട്ടുണ്ടെങ്കിലും ഈ മൂന്നെണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഗംഗ, യമുന, സരസ്വതി. ആ സരസ്വതി നദി ഇന്നും ഭൂമിയുടെ അടിയിലൂടെ അതിന്റെ ജലപ്രവാഹം ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് കണ്ടെത്താനുള്ള പര്യവേഷണം ഇതൊരു എന്താ പറയാ സയന്റിഫിക് ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2002 തുടങ്ങിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഉപഗ്രഹം അതിന്റെ ചില സാന്നിധ്യങ്ങൾ കണ്ടെത്തുകയും 2012 എങ്ങാണ്ടോ മിനിസ്റ്റർ അത് ഉപേക്ഷിക്കുകയും പിന്നീട് വന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രസൻസ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് ഇന്ന് അങ്ങനെ ഒരു നദി ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സോഴ്സ് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊരു നദിയാണല്ലോ. നദി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എലമെന്റ് ആണ് ഈ വെള്ളം എന്ന് പറയുന്നത്. അത് ഏതോ ഒരു കാലഘട്ടത്തിൽ അത് ഇന്ന് കാണുന്നത് പോലെ ഭൂമിക്കടിയിൽ ഒരു ചെറിയ നീർച്ചാല് മാത്രമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ പുനഃസൃഷ്ടിക്കാനോ അതിനെ പുനരുദ്ധരിക്കാനോ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ആരാധനാക്രമത്തിൽ മാത്രം കാണണ്ട. ഇനി വരാൻ പോകുന്ന എത്രയോ തലമുറയ്ക്ക് അത് എത്ര വലിയ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മുടെ ഏതൊരു ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയാറില്ലേ 3000 കോടി ഇട്ടിട്ട് ഒരു റോക്കറ്റ് ഇട്ടിട്ട് എന്താണ് കാര്യം? ഇനി വരാൻ പോകുന്ന 3000 കോടി തലമുറയ്ക്ക് ഉപകാരം ഉണ്ടാവേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെയുള്ള വിക്ഷേപണങ്ങളിലൂടെയാണ്.